നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്തിന് ശ്വാസം മുട്ടുന്നു. ദീപാവലി ദിനത്തിൽ വായു നിലവാര സൂചിക ഗുരുതരമെന്ന അന്താരാഷ്ട്ര വെബ്സൈറ്റ് സ്ഥിരീകരിച്ച മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ. ഡൽഹിയിൽ വായു മലിനീകരണം അപകടകരമായ നിലയിൽ. ഡോക്ടർമാരുടെ സമരത്തിൽ വലഞ്ഞ രോഗികൾ. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ച സമരത്തിൽ പ്രതിഷേധം. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ ഉന്നയിച്ച് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 28 മുതൽ റിലേ സമരമെന്ന് KGM-CTA. PM ശ്രീ പദ്ധതിയിൽ LDF-ൽ ഭിന്നത ശക്തം. പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്ന് CPI. വിദ്യാഭ്യാസ മന്ത്രിയെ പിന്തുണച്ച LDF കൺവീനർ. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും TP രാമകൃഷ്ണൻ. CPM BJP ബന്ധമെന്ന് ആവർത്തിച്ച് കോൺഗ്രസ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കച്ചകെട്ടി മുന്നണികൾ. ഭരണം നിലനിർത്താൻ തീവ്ര ശ്രമത്തിൽ ഇടതുമുന്നണി. പിടിച്ചെടുക്കുമെന്ന വാശിയിൽ BJP. അഭിമാന പോരാട്ടത്തിൽ നില മെച്ചപ്പെടുത്താൻ UDF. കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച പ്രതിയെ യുവതി തിരിച്ചറിഞ്ഞു. പ്രതി ബെഞ്ചമിനുമായി തെളിവെടുപ്പിന് പോലീസ്. പ്രതി എത്തിയത് മോഷണത്തിനെന്നും സ്ഥിരീകരണം. ബീഹാറിൽ 143 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച RJD. PCC അധ്യക്ഷനെതിരെ സ്ഥാനാർത്ഥിയില്ല. ആദ്യഘട്ട പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് അടുത്ത മാസം 6-ന്. അവ്യക്തതകൾക്കിടയിലും മെസ്സിയുടെ വരവിനായി ഒരുക്കങ്ങൾ. കൊച്ചിയിലെ സ്റ്റേഡിയം നവീകരിക്കുന്നതായി സ്പോൺസർമാർ. ഫിഫ അംഗീകാരം ലഭിക്കുമോ എന്ന ആശങ്ക. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ കൊടിയുയരും. 12 വേദികളിൽ പോരാട്ടം. ദീപാവലി നിറവിൽ രാജ്യം. ദീപങ്ങൾ തെളിയിച്ചും മധുരം വിതരണം ചെയ്തും ആഘോഷം. ഗോവയിൽ നാവികസേനയ്ക്കൊപ്പം ചെലവഴിച്ച പ്രധാനമന്ത്രി. പാകിസ്ഥാന് ഇന്ത്യൻ സേന സമ്മാനിച്ചത് ഉറക്കമില്ലാത്ത രാത്രികളെന്ന് നരേന്ദ്രമോദി. तीनों सेनाओं के जबरदस्त समन्वय ने ऑपरेशन सिंदूर में पाकिस्तान को इतनी जल्दी റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങില്ലെന്ന് ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് നിലപാട് ആവർത്തിച്ചത് ഈ ആഴ്ച 3-ാം തവണ. എണ്ണ വാങ്ങിയാൽ ഉയർന്ന തീരുവ തുടർന്നും നൽകേണ്ടി വരുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. വിശദമായ വാർത്തയിലേക്ക്. ദീപാവലി ദിവസം തിരുവനന്തപുരത്തെ വായു നിലവാര സൂചിക താഴേക്ക്. ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലുള്ള ദക്ഷിണേന്ത്യൻ നഗരങ്ങളെക്കാൾ മോശം നിലയിലാണ് തിരുവനന്തപുരത്തെ സാഹചര്യം. അന്തരീക്ഷത്തിലെ PM 2.5 ഉൾപ്പെടെയുള്ള മനുഷ്യ ശരീരത്തിന് ഹാനികരമായ വസ്തുക്കളുടെ അളവും ഗുരുതരമായ അവസ്ഥയിലാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകലയും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ദീപാവലി ദിവസം ചൈനീസ് പടക്കങ്ങൾ ഉൾപ്പെടെയുള്ള ഫാൻസി ഉൽപ്പന്നങ്ങൾ പൊട്ടിച്ചതാണ് മലിനീകരണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചത്. രാത്രി 8 മണി തൊട്ട് 12 മണി വരെ നമ്മുടെ വാല്യൂസ് കൂടുതലായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വാല്യൂസ് ഈ ക്രാക്കേഴ്സിന്റെ ആ ഒരു 8 മണി തൊട്ട് 10 മണി വരെയുള്ള ടൈമിലുള്ള പൊട്ടിച്ചതിന്റെ എഫക്റ്റാണ് നമുക്ക് ആ ടൈമിൽ കിട്ടിയത്. 10 മണി കഴിഞ്ഞപ്പോൾ തൊട്ട് വാല്യൂസ് ചെറുതായിട്ട് മാറി തുടങ്ങിയായിരുന്നു. ഏതാണ്ട് ഒരു 1 മണി വരെ ആ വാല്യൂസ് ഇങ്ങനെ ഏകദേശം കൂടി തന്നെ നിൽക്കുമായിരുന്നു. അപ്പൊ അത് ഇന്നും എനിക്ക് തോന്നി ചിലപ്പോ അങ്ങനെ ഒരു ഇത്തിരി കൂടാനുള്ളൊരു സാധ്യത കാണുന്നു. ചിലപ്പം ദീപാവലിയുടെ ദിവസമായതുകൊണ്ട് ചിലപ്പോ അത് ക്രാക്കേഴ്സ് ഒന്നും പൊട്ടിക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് കാരണം ആ ഒരു കാലം ഇത്തിരി കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിവതും ഈ ഹരിത പടക്കങ്ങളും അതുപോലെ നമ്മുടെ പഴയ കൺവെൻഷൻ ടൈപ്പ് പടക്കങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് സുധാബിജു ചേരുന്നു. അജയ്, തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ദീപാവലി ഇന്നാണെങ്കിലും ഇന്നലെയാണ് പടക്കം പൊട്ടിക്കലിന്റെ ഒക്കെ ദിവസം എന്ന് പറയുന്നത്. അത് ഒന്ന് നേരം വെളുത്തപ്പോഴേക്കും നമുക്ക് ആഘോഷത്തിനപ്പുറം ആശങ്കയാണോ ഉയരുന്നത്? അജയ്, കേൾക്കാമോ?
അശ്വതി, തിരുവനന്തപുരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു ആഘോഷങ്ങളുടെ ഒരു തുടക്കമെന്ന് പറയുന്നത്. അതിനുശേഷം ഇന്നത്തെ ദിവസം അത് ഏറ്റവും വലിയ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ഒരു സമയമാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ദീപാവലി ആഘോഷം, അതും ഈ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം, ആ ഒരു കൾച്ചർ തിരുവനന്തപുരത്ത് വളരെയധികം കൂടുതലാണ്. പ്രധാനമായിട്ടും തമിഴ്നാട് അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഈ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം അത് വ്യാപകമായി തന്നെ നഗര വ്യത്യാസമില്ലാതെ തിരുവനന്തപുരത്ത് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ പടക്കം പൊട്ടിച്ചത് കാരണം ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരത്തെ വായു നിലവാര സൂചിക അത് വളരെ മോശം അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. ഈ 200-ന് മുകളിലേക്ക് വായു നിലവാര സൂചിക AQIന്റെ അളവ് പോയി കഴിഞ്ഞാൽ അത് വളരെ ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. ഇന്നലെ രാത്രിയോടെ ഏതാണ്ട് അത്രയധികം മുകളിലേക്ക് തിരുവനന്തപുരത്തെ വായു നിലവാരം ഉയർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ നിലവിലുള്ള ഒരു ലൈവ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നിലവിൽ 74 ഒരു വായു നിലവാര സൂചികയുടെ അളവെന്ന് പറയുന്നത്. ഇത് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു നിലവാരമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നിലവിൽ ഈ ഉച്ച സമയത്തുള്ളത്. എന്നാൽ ഇത് ഈ ഒരു അളവ് തന്നെയും കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് 1.2 മടങ്ങ് അധികമാണ്. അതായത് 1.2 മടങ്ങ് അധികമാണ് ഈ അളവ് എന്നതും ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലെ തന്നെ മറ്റ് നഗരങ്ങൾ അത് ഇത്രത്തോളം ഒരു വായു നിലവാര സൂചിക മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിട്ടില്ല. നമുക്ക് ഇതിന് മുൻപുള്ള ഒരു പാസ്റ്റ് ഹിസ്റ്ററി രാത്രിയുള്ള ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് രാത്രിയൊക്കെ ഉള്ളൊരു ചാർട്ടാണ്. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ശേഷം ഇതിൻ്റെ ഒരു വായു നിലവാര സൂചിക ഒരു മോശം അവസ്ഥയിലേക്ക് പോയത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 6 മണി തുടങ്ങി പിന്നീട് ഒരു 8 മണി 10 മണി 12 മണി ഈ സമയത്തൊക്കെ വളരെ ഒരു മുകളിലായിരുന്നു വായു നിലവാര സൂചിക എത്തിയിരുന്നത്. നിലവിൽ ഒരു ലൈവ് സ്റ്റാറ്റസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മറ്റ് നഗരങ്ങളിലുള്ള ഒരു സ്ഥിതി കൂടി നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയുടെ മറ്റ് നഗരങ്ങളിലെ ഒരു അവസ്ഥ നമുക്കിപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ 42, ചെന്നൈ 64, ഹൈദരാബാദ് 71. അങ്ങനെ പല നഗരങ്ങളിലും തിരുവനന്തപുരത്തിനേക്കാൾ താഴ്ന്ന നിലയിലാണ് ഈ വായു നിലവാര സൂചിക നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ 3 വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള AQIയുടെ അളവ് നോക്കുകയാണെങ്കിൽ നിലവിൽ പ്ലാമൂട് 115 രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ തട്ടാമല അത് 112 രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു പുവർ കാറ്റഗറിയിലാണ് നമ്മുടെ വായു നിലവാര സൂചിക അനുസരിച്ച് വരുന്നത്. ഇപ്പോൾ ഈ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ തന്നെ സ്ഥിരീകരിച്ചതുപോലെ ഇത് രാത്രി സമയത്ത് ഏതാണ്ട് 200 ആ ഒരു നിലവാരത്തിലേക്ക് ഈ വായു നിലവാര സൂചിക അത് എത്തിയിരുന്നു. അത് തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ്. ഒരു പുവർ കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. അതുമാത്രമല്ല PM 2.5ൻ്റെ അളവ് അതും ഇപ്പോൾ നിലവിലുള്ള അന്തരീക്ഷത്തിൽ അത് കൂടുതലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ 39 ഇത് മോഡറേറ്റ് ആയിട്ടുള്ള അളവാണ്. പക്ഷേ ഇന്നലെ രാത്രി ഇത് വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തിയിരുന്നു. അത് തീർച്ചയായിട്ടും മനുഷ്യ ശരീരത്തിന് ഒരു ദോഷകരമായിട്ടുള്ള കാര്യമാണ്. PM 2.5 എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ അത് മനുഷ്യ ശരീരത്തിനുള്ളിൽ പോവുകയാണെങ്കിൽ അത് ശ്വാസകോശത്തിനുള്ളിൽ പറ്റിപ്പിടിക്കുകയും അതുവഴി അത് രക്തത്തിൽ നേരിട്ട് കലരുകയും ചെയ്യും. ഇത് തീർച്ചയായിട്ടും ശരീരത്തിന് വളരെയധികം ഹാനികരമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. PM 10 പോലെയുള്ള മറ്റ് പൊടിപടലങ്ങളുടെ പാർട്ടിക്കിൾസ് അത് ഇത്രയധികം ഒരു ദോഷകരമല്ല. അത് നമ്മൾ ശ്വസിച്ചാലും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അത് വായുവിൻ്റെ കൂടെ പുറത്തോട്ട് പോകാറുണ്ട്. എന്നാൽ PM 2.5 അത് നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിൽ പറ്റിപ്പിടിച്ച് അത് നേരെ രക്തത്തിൽ കലരുകയാണ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതും നിരന്തരം അത് ശ്വസിക്കുന്നത് ഒരു ദോഷകരം തന്നെയാണ്. എന്നാൽ ഈ PM 2.5ൻ്റെ അളവ് അത് കുട്ടികൾ അതുപോലെ തന്നെ പ്രായമായവർ ഇവർ ശരീരത്തിനുള്ളിലേക്ക് ശ്വസിച്ചാൽ അത് അവർക്ക് തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടാക്കും. ആസ്മ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതെല്ലാം ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അതുമാത്രമല്ല ഈ നിലവിൽ ഇത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം. ദീപാവലി ദിവസം ഈ പടക്കം പൊട്ടിച്ചത് കാരണമാണ് തിരുവനന്തപുരത്തെ വായു നിലവാര സൂചിക ഇത്ര മോശം അവസ്ഥയിലെത്തിയത്. അതുമാത്രമല്ല ഈ മഴ ഒരു സാഹചര്യമുണ്ട്. മഴ കാരണം അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുകയാണ്. ഇത് കാരണം വായു പുറത്തേക്ക് ഒഴുകിപ്പോകാതെ ഇവിടെ തന്നെ കെട്ടി നിൽക്കുന്നത് കാരണവും ഈ വായു നിലവാര സൂചിക മോശം അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ഇതൊരു സാധാരണ നിലയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനാകുന്നത്.
അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം രാജ്യതലസ്ഥാനത്തേക്ക് പോകുമ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. ദീപാവലി ആഘോഷങ്ങൾക്കിടെ രാജ്യതലസ്ഥാനത്ത് വായുമലിനീകരണം അതിരൂക്ഷമാണ്. പലയിടത്തും മലിനീകരണ തോത് 400 കടന്ന് ഗുരുതരാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ദീപാവലി തിരക്കിലമർന്ന രാജ്യതലസ്ഥാനത്തിന് ശ്വാസം മുട്ടുന്നു. എവിടെ നോക്കിയാലും പടക്കം പൊട്ടിക്കലും നഗരം സ്തംഭിക്കുന്ന ഗതാഗത കുരുക്കും. പരസ്പരം കാണാൻ പോലും സാധിക്കാത്ത വിധം പുക നിറഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി അനുമതി നൽകിയ സമയക്രമത്തെ മറികടന്ന് പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം തുടരുന്നതും വായുമലിനീകരണം ഇരട്ടിയാക്കുകയാണ്. നഗരത്തിൽ 2 മേഖലകളിൽ വായുമലിനീകരണ തോത് 400 കടന്ന് ഗുരുതരാവസ്ഥയിലെത്തി. അക്ഷർധാമിൽ 426ഉം അനന്ത് വിഹാറിൽ 416ഉമാണ് രേഖപ്പെടുത്തിയത്. അനുവദനീയമായ അളവിനേക്കാൾ 8 ഇരട്ടിയിലധികം വരുമിത്. 9 ഇടങ്ങളിലാണ് മലിനീകരണ തോത് 300 കടന്നത്. നഗരത്തിൽ വായു ഗുണനിലവാര സൂചികയിൽ ശരാശരി 270 രേഖപ്പെടുത്തിയത്. സ്ഥിതി ഇപ്പോഴേ ഗുരുതരമാകുന്നതിൽ ആശങ്കയിലാണ് തലസ്ഥാനവാസികളും വിനോദസഞ്ചാരികളും. നാളെയും മറ്റന്നാളും കൂടി നിശ്ചിത സമയങ്ങളിൽ പടക്കം പൊട്ടിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാവാനാണ് സാധ്യത. അതേസമയം മലിനീകരണം കുറയ്ക്കാൻ ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ ക്ലൗഡ് സീഡിംഗിലൂടെ കൃത്രിമ മഴ പെയ്യിക്കാനാണ് ഡൽഹി സർക്കാർ ഒരുങ്ങുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അനുമതി നൽകിയാൽ ക്ലൗഡ് സീഡിംഗ് നടത്തുമെന്നും ഡൽഹി സർക്കാർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പുത്തൻ പ്രതീക്ഷകളുമായി ദീപാവലിയെ വരവേറ്റ രാജ്യം. ഒരുമയോടെ രാജ്യമെമ്പാടും ആഘോഷത്തിൽ മുഴുകുകയാണ്. INS വിക്രാന്തിലായ നാവികർക്കൊപ്പമായിരുന്നു പ്രധാനമന്ത്രിയുടെ ദീപാവലി ആഘോഷം. സൈനികരുടെ സമർപ്പണത്തെയും ത്യാഗത്തെയും പുകഴ്ത്തി മോദി. പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും വീടും നാടും അലങ്കരിച്ചും ദീപാവലി ആഘോഷത്തിലാണ് രാജ്യം. ഉത്തരേന്ത്യയിലും വിപുലമായ ആഘോഷമാണ് നടക്കുന്നത്. അയോധ്യയിൽ 26 ലക്ഷം ദീപങ്ങൾ തെളിയിച്ചു. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും നടന്നു. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ദീപാവലി ആശംസകൾ നേർന്നു. ജീവിതം സന്തോഷവും സമൃദ്ധിയും സൗഹൃദവും കൊണ്ട് പ്രകാശിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്തും വിപുലമായ ദീപാവലി ആഘോഷം നടക്കുകയാണ്. മാനവികതയുടെ പ്രകാശം പകർന്ന് ദീപാവലി ആഘോഷിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാവികസേനാംഗങ്ങൾക്കൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീപാവലി ആഘോഷം. ഗോവൻ തീരത്ത് നങ്കൂരമിട്ട INS വിക്രാന്തിലാണ് ആഘോഷം. സൈനിക വേഷത്തിലാണ് പ്രധാനമന്ത്രി എത്തിയത്. സൈനികരുടെ സമർപ്പണത്തെയും ത്യാഗത്തെയും പ്രശംസിച്ച മോദി സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കാൻ സാധിച്ചത് ഭാഗ്യമെന്നും പറഞ്ഞു. सूर्य की किरणों की ये चमक एक तरह से वीर जवानों द्वारा जलाए दीपावली के दिए हैं. ജമ്മു കാശ്മീരിലെ അഹ്നൂർ സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ കരസേനാംഗങ്ങൾ ദീപാവലി ആഘോഷിച്ചു. BSFന്റെ ദീപാവലി ആഘോഷങ്ങൾ അമൃത്സറിലാണ്. GST പരിഷ്കാരമടക്കം വിപണിയിൽ സൃഷ്ടിച്ച ഉണർവ് സാമ്പത്തിക രംഗത്ത് നിർണായകമാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ദീപാവലി ആഘോഷങ്ങൾ പുരോഗമിക്കവേ ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമാണ്. പലയിടത്തും മലിനീകരണ തോത് 400 കടന്ന് ഗുരുതരാവസ്ഥയിലെത്തി. മലിനീകരണം കുറയ്ക്കാൻ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. സുപ്രീം കോടതി അനുമതി നൽകിയ സമയക്രമത്തെ മറികടന്ന് പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം തുടരുന്നതും വായു മലിനീകരണം ഇരട്ടിയാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കര, നാവിക, വ്യോമസേനയെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിൽ 3 സേനകളുടെയും അസാധാരണമായ ഏകോപനം പാകിസ്ഥാനെ കീഴടങ്ങാൻ നിർബന്ധിതരാക്കിയെന്ന് മോദി പറഞ്ഞു. സേനയുടെ ധീരതയെയും നിശ്ചയദാർഢ്യത്തെയും പ്രശംസിച്ച് മോദി മാവോയിസ്റ്റ് ഭീകരത ഇല്ലാതാക്കിയതിലൂടെ സുപ്രധാന നേട്ടം കൈവരിച്ചതായും മോദി പ്രതികരിച്ചു. भारतीय नौसेना द्वारा पैदा किए जो भय पैदा किया गया है, तीनों सेनाओं के जबरदस्त समन्वय ने ऑपरेशन सिंदूर में पाकिस्तान को इतनी जल्दी घुटने टेकने पर मजबूर कर दिया था.
PM ശ്രീ പദ്ധതിയിൽ LDF-ൽ ഭിന്നത ശക്തം. പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്ന് CPI ആവർത്തിക്കുമ്പോൾ പദ്ധതിയിൽ കേരളം ചേർന്നതിനെ ന്യായീകരിക്കുകയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPIക്ക് പിന്തുണയുമായി എത്തിയ കോൺഗ്രസ് CPM-BJP ബന്ധമെന്ന ആരോപണം ശക്തമാക്കുകയാണ്. തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ CPM-CPI തർക്കം മുന്നണിയിൽ പ്രതിസന്ധിയാവുകയാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് തർക്കം രൂക്ഷമാകുന്നത്. നേരത്തെ CPM-ഉം എതിർത്തുനിന്ന പദ്ധതിയാണ് PM ശ്രീ. വിദ്യാഭ്യാസ വകുപ്പിൽ ഈ മാറ്റങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കില്ല, കേന്ദ്രത്തിന്റെ നിലപാടുമായി യോജിച്ചു പോകാൻ കഴിയില്ലെന്ന് CPM നിലപാടെടുത്തത്. പക്ഷേ പിന്നീട് ഈ പദ്ധതിയിൽ ചേർന്നില്ലെങ്കിൽ, PM ശ്രീയുമായി സഹകരിച്ചില്ലെങ്കിൽ 1400 പരം കോടി രൂപ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പിന് നഷ്ടപ്പെടുമെന്ന അവസ്ഥയുണ്ടായി. അതോടുകൂടി ഈ പദ്ധതിയിൽ സഹകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുക്കുകയായിരുന്നു. പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ തീരുമാനമെടുക്കുന്ന ക്യാബിനറ്റ് യോഗത്തിൽ, മന്ത്രിസഭാ യോഗത്തിൽ CPI പ്രതിനിധികൾ, CPI മന്ത്രിമാർ എതിർപ്പ് അറിയിച്ചു. തുടർന്ന് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയാണ്. ഒരു തരത്തിലും അത് പിന്മാറാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി K രാജനുമൊക്കെ രംഗത്ത് വന്നത് പുതിയ പ്രതിസന്ധിയാണ് CPIയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ മുന്നണി ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുന്ന നിലപാടാണ് മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ സ്വീകരിച്ചത്. ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രശ്നം, വിദ്യാഭ്യാസ മേഖലയിൽ ഈ SSK എന്ന ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ടല്ലോ. എല്ലാ സ്കൂളുകളും നിരവധി പദ്ധതികളാണ് BRCയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത്. അത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട ഈ സഹായം നൽകാൻ തയ്യാറാവുന്നില്ല. അതിനവർ ഈ കണ്ടീഷൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലായിരിക്കണം ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ഫണ്ട് കേരളത്തിന് ഉപയോഗിക്കുന്നതിന് സഹായകരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. എന്നാൽ CPM-BJP ബന്ധത്തിന്റെ രഹസ്യ ബാന്ധവത്തിന്റെ തെളിവായാണ് കോൺഗ്രസ് നേതൃത്വം ഇതിനെ കാണുന്നത്. CPI നിലപാടിൽ ഉറച്ചു നിന്നാൽ അവർക്ക് പിന്തുണയുമായി എത്തുമെന്നും KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റുമായും BJPയുമായും പല ആനുകൂല്യങ്ങളും രാഷ്ട്രീയമായ പല സഹായങ്ങളും CPM തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബന്ധം ഇന്നലകളിൽ രഹസ്യമായിരുന്നെങ്കിൽ ഇന്നത് പരസ്യമായിട്ട് മറനീക്കി ഈ ബന്ധം രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് LDF-ൽ പോലും ചർച്ച ചെയ്യാതെ, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നത്. CPI നേതാക്കന്മാർ അതിനോടുള്ള വിയോജിപ്പ് വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലവർ ഉറച്ചു നിൽക്കുമോ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്, പ്രതിപക്ഷത്തിന് താല്പര്യമുണ്ട്. ഒരു തരത്തിലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് CPI വ്യക്തമാക്കുന്നതോടുകൂടി ഒരു പുതിയ പ്രതിസന്ധിയാണ് സംസ്ഥാന മന്ത്രിസഭയിലും സർക്കാരിലും അതുപോലെ മുന്നണി ബന്ധത്തിലുമൊക്കെ ഉണ്ടാവുന്നത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പക്ഷേ CPI മന്ത്രിമാർ ഈ പദ്ധതിയിലെ എതിർപ്പ് വീണ്ടും മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചേക്കാം. പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നതിൽ കൃത്യമായൊരു ധാരണ CPI നേതൃത്വത്തിനുമില്ല. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ അത് സംസ്ഥാന താല്പര്യത്തിനും മുന്നണി നിലപാടുകൾക്ക് വിരുദ്ധമായുള്ള വന്നാൽ ആ ഘട്ടത്തിൽ ചോദ്യം ചെയ്യാമെന്ന നിലപാടാണിപ്പോൾ, അഭിപ്രായമാണിപ്പോൾ CPM-ഉം വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ സ്വീകരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി ABVP. സംഘടന നടത്തിയ സമര പോരാട്ടത്തിന്റെ വിജയമാണിതെന്നും സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് പ്രതികരിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ തീരുമാനം ABVP സ്വാഗതം ചെയ്യുന്നു. ABVPയുടെ സമര പോരാട്ടത്തിന്റെ വിജയമാണ് ഈ തീരുമാനം. കേരളത്തിലേക്കുള്ള അർജന്റീനയുടെ വരവിൽ സംശയം വേണ്ടെന്ന് സ്പോൺസർ ആവർത്തിക്കുമ്പോഴും കലൂർ സ്റ്റേഡിയത്തിന് FIFA അംഗീകാരം ലഭിക്കുമോ എന്നതിലാണ് ഇപ്പോഴും ആശങ്ക. 70 കോടി രൂപ മുടക്കി സ്റ്റേഡിയം നവീകരിക്കുന്നു എന്നാണ് സ്പോൺസർമാരുടെ അവകാശവാദം. ഈ മാസം 25-ാം തീയതിയോടെ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപനം. ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ പിന്തുണ തേടിയ സ്പോൺസർമാർ അർജന്റീന അസോസിയേഷനുമായി ചർച്ചകൾ തുടരുകയാണെന്നും അറിയിച്ചിട്ടുണ്ട്. മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനിയൻ ടീമിൻ്റെ സന്ദർശനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വങ്ങൾ തുടരുന്നു എന്ന പറച്ചിലുകൾക്കിടയിലും സ്റ്റേഡിയം സംബന്ധിയായ കാര്യങ്ങളിൽ, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്കുണ്ട്. ഈ അനിശ്ചിതത്വത്തിനിടയിലും സ്റ്റേഡിയം അതിൻ്റെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അതിനെ ഉയർത്തിയെടുക്കുക എന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തിയാൽ മാത്രമേ ഈ മത്സരത്തിന് പോലും സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പോൺസർ പറഞ്ഞതുപോലെ ഇവിടെ സ്റ്റേഡിയത്തിൽ 70 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. ഒരു
മുഴുവനായിട്ട് തന്നെ സ്റ്റേഡിയം നവീകരിക്കുക എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഒരുപക്ഷെ സ്റ്റേഡിയത്തിന് പുറത്താണ് നമ്മൾക്ക് കാണാനായിട്ട് കഴിയുക. സ്റ്റേഡിയത്തിന് പുറത്ത് ഉള്ളൊരു പാർക്കിംഗ് സൗകര്യങ്ങളിൽ അതിന് ഒരു ചുറ്റുമതിൽ നിർമ്മിക്കുക, പാർക്കിംഗ് സൗകര്യങ്ങൾ ബലപ്പെടുത്തുക. നേരത്തെ ഉണ്ടായിരുന്നത് ഇവിടെ ഒരു ചെളിക്കുണ്ട് നിറഞ്ഞൊരു പ്രദേശമാണ്. അതെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന സ്റ്റേഡിയത്തെ ഉയർത്തിയെടുക്കുക, ഫിഫ റാങ്കിങ്ങിനനുസരിച്ചത്തേക്ക് ഉയർത്തിയെടുക്കുക എന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ സ്റ്റേഡിയത്തിന് ചുറ്റും ഇതുപോലുള്ള നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിനകത്തെ സംവിധാനങ്ങൾ കൂടുതൽ മാറ്റേണ്ടതുണ്ട്. അകത്ത് അതിൻ്റെ ഒരു ടർഫ് നിലവാരമുള്ള ഫിഫ നിലവാരമുള്ള ടർഫാണെങ്കിലും അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്റ്റേഡിയത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, കസേരകൾ പൂർണ്ണമായും സ്റ്റേഡിയത്തിൻ്റെ കസേരകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുന്നു. ഒപ്പം തന്നെ ഫ്ലഡ് ലൈറ്റ് അടക്കമുള്ളത് അന്താരാഷ്ട്ര നിലവാരത്തിൽ പുതിയ രീതിയിലേക്കെല്ലാം തന്നെ വരുന്നു എന്നതാണ് പറയുന്നത്. ഈ മത്സരം സംബന്ധിച്ചുള്ള ഒരു അനിശ്ചിതത്വം, അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് സ്പോൺസർ പറയുന്നു. ആൻഡ് ഓഗസ്റ്റിൻ പറയുന്നു. ഇതിൽ ഇപ്പോൾ ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. മറ്റ് ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇതൊരു ടീമുകൾ തമ്മിൽ ഡിസ്കസ് ചെയ്തെടുക്കുന്ന തീരുമാനമല്ല. ടീം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അവരൊരു പെർമിഷൻ അവരെന്ത് ചെയ്യുക, അവരൊരു ടയർ 1 ഫോം സൈൻ ചെയ്ത് തരും. ഓസ്ട്രേലിയ, അർജന്റീന, നമ്മുടെ ഫെഡറേഷൻ, നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്ത് ഫിഫയ്ക്ക് കൊടുക്കും, AFCക്ക് കൊടുക്കും, AFC അത് ഫിഫയ്ക്ക് കൊടുക്കും. ഫിഫ അങ്ങനെയാണ് ഡേറ്റ് ഏത് വിൻഡോ ആണെന്ന് അനൗൺസ് ചെയ്യുക. ആ വിൻഡോ നവംബർ അങ്ങനെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരു ബോധ്യം ഇല്ലാതെ പറയാണ് എന്ത് പിന്നെ അർജന്റീന വിചാരിച്ചിട്ടാണ് മാറ്റി വെക്കുന്നത്, ഓസ്ട്രേലിയ വിചാരിച്ചിട്ടാണ് മാറ്റി. ഫിഫ അനുമതി എന്നില്ലെങ്കിൽ നമുക്ക് കളിക്കാൻ കഴിയില്ല. ഫിഫ അനുമതി ബുദ്ധിമുട്ടുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഫിഫയ്ക്ക് എങ്ങനെ അവിടുത്തെ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക ഞങ്ങൾ അർജന്റീനയ്ക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഫൈൻ കിട്ടും ഫിഫേന്റെ അടുത്തുനിന്ന്. കാരണം അവർ ഓൾറെഡി ഫോം സൈൻ ചെയ്ത് കൊടുത്താൽ പിന്നെ അതോടുകൂടി അവസാനിച്ചു. വളരെ മോശം പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരാധകർ ആവേശത്തോടെയും വളരെ ആകാംക്ഷയോടെയും കൂടി തന്നെയാണ് ഈ മത്സരത്തെ കാത്തിരിക്കുന്നത്. ഇവിടേക്ക് വലിയ രീതിയിലേക്ക് ആരാധകരെ ഒഴുക്ക് അതെല്ലാം തന്നെ സ്വാഭാവികമായും തന്നെ ഉണ്ടാകും. അതിനിടയിലും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് സംബന്ധിയായ കാര്യങ്ങളിലോ ടിക്കറ്റ് വിൽപ്പന എന്ന് തുടങ്ങുമെന്നത് സംബന്ധിച്ചോ അതേ അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. കാരണം സ്റ്റേഡിയത്തിൻ്റെ ഒരു നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അതിലൊരു അനുമതി നേടേണ്ടതുണ്ട്. ഒപ്പം തന്നെയും ഈ അവലോകന യോഗങ്ങൾ സർക്കാരിൻ്റെ തലത്തിലടക്കം നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഔദ്യോഗിക പ്രഖ്യാപനം ഇത് സംബന്ധിച്ച് ഈ അർജന്റീനൻ ടീമിൻ്റെ വരവ് എന്ന് അവർ കേരളത്തിലെത്തും, കൊച്ചിയിലേക്ക് ഈ മത്സരത്തിന് സജ്ജമായി എപ്പോഴാണ് അവർ പ്രാക്ടീസ് മത്സരങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദാംശങ്ങളും വിശകലനങ്ങളും വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലുള്ള ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. അത് സ്റ്റേഡിയത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പന അടക്കമുള്ള കാര്യങ്ങൾ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. എത്രയാണ് അതിൻ്റെ രൂപ നിരക്ക് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ അത് സംബന്ധിച്ച പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. എങ്കിലും അത് വൈകാതെ തന്നെ ഇതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമാകും. അതോടുകൂടി ഇതിനെല്ലാം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ വിവാദങ്ങൾ അവസാനിക്കുമെന്ന് തന്നെയാണ് സ്പോൺസർ പറയുന്നത്. ഏതായാലും ആളുകൾ, കായിക പ്രേമികളെല്ലാം തന്നെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന അർജന്റീനിയൻ ടീമിൻ്റെ സന്ദർശനത്തിൻ്റെ അത് സംബന്ധിയായ ചോദ്യങ്ങൾക്ക് കൂടി അവസാനമാകേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. തിരുവനന്തപുരം നഗരസഭയിൽ ഇത്തവണ പോരാട്ടം കടുക്കും. ഭരണം നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇടതുമുന്നണി. ഇത്തവണ പിടിച്ചെടുക്കുമെന്ന വാശിയിലാണ് BJP. അഭിമാന പോരാട്ടമായി കണ്ട് നില മെച്ചപ്പെടുത്താൻ UDFും തുനിഞ്ഞിറങ്ങുമ്പോൾ സസ്പെൻസ് ത്രില്ലറായി തലസ്ഥാന പോര് മാറും. തലസ്ഥാന നഗരഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം CPMനും ഇടതുമുന്നണിക്കും ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ നഗരഭരണം നിലനിർത്താനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ സജീവമാണ്. വാർഡ് വിഭജനത്തിലൂടെ തന്നെ ഒരു മേൽക്കൈ ഉണ്ടായെന്നും CPM കണക്ക് കൂട്ടുന്നു. എന്നാൽ വെല്ലുവിളികളും ഏറെയാണ്. BJPയിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിട്ടെങ്കിലും വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണയും ഇടതുമുന്നണി ഭരണം നിലനിർത്തിയത്. ഇത്തവണയും മറിച്ചൊരു സാഹചര്യം മുന്നണി പ്രതീക്ഷിക്കുന്നില്ല. പല ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടായെങ്കിലും അതെല്ലാം മറികടക്കാനാകും എന്നാണ് പ്രതീക്ഷ. ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ ഉത്തരവാദിത്തമേൽപ്പിച്ച് CPM തുടക്കത്തിൽ കയ്യടി നേടി. എന്നാൽ നഗരഭരണത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ആ തീരുമാനത്തിന്റെ തിളക്കം കെടുത്തിയെന്ന് കരുതുന്നവരുമുണ്ട്. അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് വിമർശനങ്ങൾക്കുള്ള മറുപടിയെന്ന് ഭരണമുന്നണി പറയുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വാർഡടക്കം പിടിച്ചെടുത്തതും ആത്മവിശ്വാസം കൂട്ടുന്നു. ആര്യ രാജേന്ദ്രൻ ഇത്തവണ മത്സരിക്കില്ല. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറിയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ
SP ദീപകിനെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാനാണ് CPMന്റെ ആലോചന. SFI DYFI നേതൃരംഗത്തെ പ്രവർത്തനത്തിലൂടെ വിപുലമായ വ്യക്തിബന്ധം ദീപകിന് നഗരത്തിലുണ്ട്. CPM ഏരിയ സെക്രട്ടറിമാരായ വഞ്ചൂർ P. ബാബു, മുൻ മേയർ K. സുകുമാർ എന്നിവർ മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഏരിയ സെക്രട്ടറിമാർ മത്സരരംഗത്ത് വരുന്നതിൽ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാണ്. RP ശിവജി, IP ബിനു, DR അനിൽ, SA സുന്ദർ, MG മീനാംബിക എന്നിവരും മത്സരരംഗത്തുണ്ടാകും. കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റ് പിടിക്കുന്നതിനേക്കാൾ BJP നേതൃത്വം പ്രാധാന്യം നൽകുന്നതാണ് തിരുവനന്തപുരം നഗരം പിടിക്കൽ. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അണിയറയിൽ തന്ത്രങ്ങൾ മെനയുന്നത്. ഏറ്റവും ആദ്യം BJP നഗരഭരണം പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് തലസ്ഥാനത്താണ്. അതുണ്ടായില്ല. പക്ഷേ ശക്തമായ പ്രതിപക്ഷമായി BJP ഉണ്ട്. ഇത്തവണ ചരിത്രം തിരുത്തിക്കുറിക്കുമെന്നാണ് അവകാശവാദം. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള പാർട്ടിയായി BJP മാറിക്കഴിഞ്ഞു. നഗരവികസനം മുദ്രാവാക്യമായി ഉയർത്തിയാകും BJP തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഭരണം ലഭിച്ചാൽ കേന്ദ്ര സഹായത്തോടെ സമാനതകളില്ലാത്ത നഗരവികസനം എന്നതാണ് വാഗ്ദാനം. എന്നാൽ ഉൾപാർട്ടി പ്രശ്നങ്ങളും തിരുമല കൌൺസിലറായിരുന്ന അനിൽകുമാറിന്റെ മരണവും തിരിച്ചടിയാകുമെന്ന് ആശങ്കയുമുണ്ട്. വിജയസാധ്യതയുള്ള സീറ്റുകൾക്കായി പാർട്ടിക്കുള്ളിൽ പിടിവലിയും ശക്തം. കഴിഞ്ഞ തവണ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച VV രാജേഷ് ഇത്തവണ മത്സരിക്കാനിടയില്ല. എന്നാൽ പരിചയസമ്പന്നരായ ഒരുപിടി കൌൺസിലർമാർ ഇത്തവണയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടാകും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. നിലവിലെ 10-ൽ നിന്ന് നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. മുതിർന്ന നേതാക്കളെയും ജനസ്വീകാര്യതയുള്ള യുവ നേതാക്കളെയും കളത്തിലിറക്കുന്നതിലൂടെ അഭിമാന പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. ആദ്യകാലങ്ങളിൽ തുടർച്ചയായി കോൺഗ്രസ് മേയർമാരാണ് തലസ്ഥാനം ഭരിച്ചത്. പതിയെ നഗരത്തിൽ കോൺഗ്രസിന്റെ സ്വാധീനം കുറഞ്ഞു വന്നു. 80കളുടെ അവസാനമാണ് ഒടുവിൽ കോൺഗ്രസ് നേതാവ് നഗരപിതാവായത്. മേയറുടെ കാലാവധി 5 വർഷമായ ശേഷം ഒരു തവണ പോലും ഭരണം പിടിക്കാൻ കോൺഗ്രസിനായിട്ടില്ല. തീർത്തും ദുർബലാവസ്ഥയിലാണ് തലസ്ഥാന കോർപ്പറേഷനിൽ UDF. KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളെയും യുവാക്കളെയും ഇറക്കി നില മെച്ചപ്പെടുത്താനാണ് ശ്രമം. പ്രധാന നേതാക്കൾ മത്സരിക്കാൻ ഇറങ്ങണമെന്ന നേതൃത്വത്തിന്റെ താൽപര്യം എത്രത്തോളം നടപ്പാക്കാൻ കഴിയുമെന്ന് സംശയമുണ്ട്. കാരണം ഇവരിൽ പലരും നിയമസഭാ സീറ്റ് മോഹികളാണ്. മുതിർന്ന നേതാവ് K. മുരളീധരനാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല. ഭരണത്തിലെത്താൻ ആയില്ലെങ്കിലും സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട തീരദേശ വാർഡുകളിൽ ജയിച്ച് ശക്തി കാട്ടുകയാണ് ലക്ഷ്യം. വനിത ഉൾപ്പെടെ 56 സംവരണ വാർഡുകൾ തലസ്ഥാനത്തുണ്ട്. വാർഡ് വിഭജനത്തിന്റെ ഗുണം ഭരണമുന്നണിക്ക് മാത്രമെന്ന വിമർശനം BJPയും UDFും ഉയർത്തുന്നു. വോട്ടർ പട്ടികയ്ക്കെതിരെയും പരാതികളേറെയാണ്. ഏതായാലും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരങ്ങൊരുങ്ങുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം കടയ്ക്കലിന് പിന്നാലെ തിരുവനന്തപുരം മീനാങ്കലിലും CPIയിൽ കൂട്ടരാജി. AITUC ജില്ലാ സെക്രട്ടറി മീനാങ്കൽ കുമാറിനെതിരായ പാർട്ടി നടപടിയിൽ പ്രതിഷേധിച്ചാണ് മീനാങ്കലിൽ 100-ലധികം പേർ പാർട്ടി വിട്ടത്. പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന നേതൃത്വം ശ്രമം തുടരുകയാണ്. CPI സംസ്ഥാന കൌൺസിൽ അംഗമായിരുന്ന മീനാങ്കൽ കുമാറിനെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനമാണ് കൌൺസിലിൽ നിന്ന് ഒഴിവാക്കിയത്. തൊട്ടു പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളിൽ പാർട്ടി നിലപാടിലെ പാർട്ടി തീരുമാനത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതുതന്നെ CPIയുടെ അതൃപ്തിക്ക് ഇടയാക്കിയിരുന്നു. പിന്നീട് മീനാങ്കൽ കേന്ദ്രീകരിച്ച് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കാനുള്ള ശ്രമവും പാർട്ടി വിരുദ്ധ നീക്കമെന്ന് കണ്ട് CPI നേതൃത്വം തടയാൻ ശ്രമിച്ചു. പക്ഷേ ആ CPIയുടെ നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് CPI നേതാക്കൾ അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുകയും മീനാങ്കൽ കേന്ദ്രീകരിച്ച് കുമാറിന്റെ നേതൃത്വത്തിലൊരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് മീനാങ്കൽ കുമാറിനെ AITUCയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. അതോടുകൂടി അദ്ദേഹം ഒരു യോഗം വിളിച്ചു. അത് വിമത യോഗം എന്ന നിലപാട് CPI നേതൃത്വം സ്വീകരിച്ചു. തൊട്ടു പിന്നാലെ മീനാങ്കൽ കുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതോടുകൂടിയാണ് കടുത്ത എതിർപ്പ് പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുകൂടിയാണ് ഇന്നലെ മീനാങ്കലിൽ 100ഓളം പ്രവർത്തകർ പാർട്ടി വിടാനുള്ള തീരുമാനം നേതൃത്വത്തെ അറിയിക്കുമെന്ന് കത്തിലൂടെ ഒപ്പിട്ട് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തത്. കൂടുതൽ പ്രവർത്തകർ വരും ദിവസങ്ങളിൽ ഇവിടെ നിന്ന് പാർട്ടി വിട്ടു പോകാനാണ് സാധ്യത എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മാത്രമല്ല പാർട്ടിയുടെ പല നീക്കങ്ങൾക്കും എതിരെ തനിക്ക് പല കാര്യങ്ങളും അറിയാം, അത് പുറത്തുവിടുമെന്ന് മീനാങ്കൽ കുമാർ നേതൃത്വത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഏതായാലും ഇത് മീനാങ്കലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയം
വിഷയമല്ല. CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും വ്യാപകമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമുണ്ട്. ഇതിലെ കൊല്ലം കടക്കലിൽ CPIയുടെ ശക്തി കേന്ദ്രമാണ് കടക്കൽ. അവിടെ 100 കണക്കിന് പ്രവർത്തകർ, 700 പ്രവർത്തകരെങ്കിലും പാർട്ടി വിട്ടിട്ടുണ്ട്. മുല്ലക്കര രത്നാകരന്റെ സഹോദരി അടക്കമുള്ള പ്രവർത്തകരാണ് അവിടെ CPI വിട്ടത്. സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ CPIയിലെ പ്രവർത്തകർ പാർട്ടി വിട്ടുപോകുന്നുണ്ട്. ഇത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധമാണ്. ചിലയിടങ്ങളിൽ പ്രാദേശിക വിഷയങ്ങളുമുണ്ട്. ഏതായാലും CPI പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ് ഈ കടക്കലിലും അതുപോലെ മീനാങ്കലിലുമൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരായ മുരാരി ബാബുവിനെയും സുനിൽകുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ. ഉണ്ണികൃഷ്ണന്റെ കഴിഞ്ഞ 3 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി പ്രത്യേക സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. അതിനിടെ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബനാമി ഇടപാടുകളിൽ ഭൂമി ഇടപാടുകൾ അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം കാരറ്റിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകളടക്കം വിശദമായി തന്നെ പരിശോധിക്കുന്നുമുണ്ട്. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ നിലവിലെ ജീവനക്കാരായ മുരാരി ബാബുവിനെയും സുനിൽകുമാറിനെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുമെന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. വിശദമായ ചോദ്യം ചെയ്യുന്ന ശേഷമായിരിക്കും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയോ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയൊക്കെ പ്രത്യേക അന്വേഷണ സംഘം ചെയ്യുക. നിലവിൽ ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടന്ന ഗൂഢാലോചനയുടെ ഫലമായാണ് സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് മോഷണം പോയതെന്ന കണ്ടെത്തലിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമോ പ്രേരണയോ ഈ ജീവനക്കാർക്ക് മേൽ ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളാണ് തുടരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി താൻ മാത്രമല്ല, താൻ ഒരാൾ മാത്രമാണ് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിൽ ഒരാൾ മാത്രമാണ് താനെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഗൂഢാലോചനയെക്കുറിച്ചടക്കം വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. അത് കൃത്യമായി ബംഗളൂരു കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഗൂഢാലോചന നടന്നിരിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചതായാണ് സൂചന. അങ്ങനെയെങ്കിൽ ബംഗളൂരുവിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈകാതെ തന്നെ തെളിവെടുപ്പിന്റെ ഭാഗമായി എത്തിച്ചേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. 14 ദിവസത്തേക്കാണ് പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് CPM SDPI സംഘർഷം. ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് കത്തിച്ചു. SDPIയുടെ ആംബുലൻസിന്റെ ഗ്ലാസ് തകർത്തു. CPM മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ SDPI പ്രവർത്തകർ ആക്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. രാത്രി 10 മണിയോടെയായിരുന്നു സംഘർഷത്തിന് തുടക്കം. അഴീക്കോട് ജംഗ്ഷനിൽ വെച്ച് CPM മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ SDPI പ്രവർത്തകർ ആക്രമിച്ചു. കമ്പിപ്പാര കൊണ്ടായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ ദീപു ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിന് പിന്നാലെ SDPI പ്രവർത്തകനായ നാദിർഷയുടെ പള്ളിമുക്ക് ജംഗ്ഷനിലെ വീടിന്റെ ജനൽ ഗ്ലാസുകളും സമദിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന SDPIയുടെ ആംബുലൻസിന്റെ ഗ്ലാസും തകർത്തു. സമദിന്റെ മാരുതി ഓൾട്ടോ കാറിന്റെ ഗ്ലാസും ചെടിച്ചട്ടികളും തകർക്കപ്പെട്ടു. പുലർച്ചെ 1 മണിയോടെ ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് ആക്രമിച്ചു. നെടുമങ്ങാട് ആശുപത്രിക്ക് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസാണ് കത്തിച്ചത്. ഈ മാസം 4-ാം തീയതി മുതൽ പ്രദേശത്ത് സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച പ്രതിയെ യുവതി തിരിച്ചറിഞ്ഞു. പ്രതി ബെഞ്ചമിനെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി. മധുരയിൽ നിന്നും ഇയാൾ എത്തിയത് മോഷണത്തിനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് മുൻപ് പ്രതി തൊട്ടടുത്തുള്ള 2 വീടുകളിൽ കയറിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. CCTVയിൽ വരാതിരിക്കാൻ ഒരു വീട്ടിൽ നിന്ന് കുടയെടുത്ത് മുഖം മറച്ചായിരുന്നു ഹോസ്റ്റലിൽ കയറിയത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, എന്തായാലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. ഇനി തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? സാരംഗ്, കേൾക്കാമോ? തീർച്ചയായും ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു ഈ കഴക്കൂട്ടത്ത് ഇത്തരത്തിലൊരു
ദാരുണമായൊരു സംഭവം നടന്നത്. ഇപ്പോൾ പ്രതിയെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് നാളെ വീണ്ടും കഴക്കൂട്ടം പോലീസ് അപേക്ഷ നൽകി പ്രതിയെ ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തെ, അതായത് ഈ ഒരു തെളിവെടുപ്പ്, ഈ സംഭവം നടന്ന ഭാഗങ്ങളിലും മറ്റും ഈ സമീപത്തുള്ള വീടുകളിലടക്കം ഇത്തരത്തിലുള്ള പരിശോധന നടത്തും, തെളിവെടുപ്പ് അടക്കം നടത്തും. ഇപ്പോൾ പ്രതിയെ ഈ യുവതി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഈ ഒരു ബെഞ്ചമിൻ എന്ന പ്രതി തമിഴ്നാട്ടിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. മാത്രമല്ല ഇത്തരത്തിൽ തെരുവുകളിൽ കിടന്നുറങ്ങുന്ന യുവതികളെ ഉപദ്രവിക്കുന്നത് ഇയാളുടെ ഒരു സ്ഥിരം ഒരു ക്രിമിനൽ സ്വഭാവമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മാത്രമല്ല ഇയാളൊരു മോഷണ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഹോസ്റ്റൽ കയറിയതും. തുടർന്ന് ഈ യുവതിയെ കണ്ടപ്പോൾ അത്തരത്തിൽ ആക്രമിക്കുകയായിരുന്നു, പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് യുവതി ബഹളം വെച്ചതിന് ശേഷമായിരുന്നു ഇയാൾ ഇവിടുന്ന് രക്ഷപ്പെട്ടത്. ചുരുങ്ങിയ സമയം കൊണ്ട് അയാൾ തമിഴ്നാട്ടിലെത്തുകയും അവിടെ മധുരയിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. തുടർന്ന് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ തുടർന്ന് പോലീസ് സംഘം പിന്തുടർന്നെത്തി സാഹസികമായി പിടികൂടുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ പോലീസ് സംഘം പിടികൂടുകയും തുടർന്ന് ഇപ്പോൾ കഴക്കൂട്ടത്തെത്തിക്കുകയും തുടർന്ന് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശരി, സാരൻ സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഡോക്ടർമാർ OP ബഹിഷ്കരിച്ച സമരത്തിൽ തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നില്ലെന്നും അശാസ്ത്രീയമായാണ് ട്രാൻസ്ഫറുകൾ എന്നുമാണ് KGMCTAയുടെ വിമർശനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ OPയിലെത്തിയ രോഗികളുടെ എണ്ണം കുറവായിരുന്നു. കേരളത്തിലുടനീളമുള്ള സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ OP ബഹിഷ്കരിച്ചുകൊണ്ട് ഡോക്ടർമാർ സമരം നടത്തുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സമരം മുന്നോട്ട് പോകുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ മാസം ഈ ഒരു KGMCTയുടെ കീഴിലുള്ള ഡോക്ടർമാർ, അതായത് അധ്യാപനം നടത്തുന്ന ഡോക്ടർമാർ അധ്യാപനം ബഹിഷ്കരിച്ചുകൊണ്ട് സമരം നടത്തിയിരുന്നു. ആ ഒരു സമരത്തിനോട് സർക്കാർ മുഖം തിരിച്ചതാണ് ഇപ്പോൾ ഒരു കടുത്ത സമര രീതിയിലേക്ക് ഈ ഒരു ഡോക്ടർമാർ കടക്കാൻ കാരണമായിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ ഈ സമരം. അതായത് 10 വർഷമായി തങ്ങളുടെ യാതൊരുവിധ ആവശ്യങ്ങൾക്കും സർക്കാർ പരിഗണന നൽകുന്നില്ല. ഒപ്പം ശമ്പള കുടിശ്ശികയും ക്ഷാമബത്ത കുടിശ്ശികയും നൽകി തീർക്കുന്നില്ല. ഒപ്പം അശാസ്ത്രീയമായ ഈ തസ്തികയ്ക്കുള്ള പുനർവിന്യാസം, ഇതിനൊപ്പം തന്നെ ഈ ഒരു പുതിയ മെഡിക്കൽ കോളേജുകളിലേക്ക് പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിന് പകരം ഈ ഒരു ഇപ്പോൾ ജോലി ചെയ്യുന്നവരെ ആ മെഡിക്കൽ കോളേജുകളിലേക്ക് നിയമിക്കുക തുടങ്ങിയ പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ശമ്പള പരിഷ്കരണം അടക്കം ഇവർ ചൂണ്ടിക്കാട്ടുന്നു. കൃത്യമായ ഒരു സർക്കാർ ഇടപെടൽ ഈ വിഷയത്തിൽ ഇല്ലാതിരുന്നാൽ ഇനി കൂടുതൽ സമരത്തിലേക്ക് പോകും. അതായത് ഒരു റിലേ സമരമാണ് ഇപ്പോൾ KGMCTA ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇന്ന് ഒക്ടോബർ 20 ഇന്ന് ഇതിന് സർക്കാർ മുഖത്തിരിക്കുകയാണെങ്കിൽ നവംബർ 5, നവംബർ 21, ഒക്ടോബർ 28, നവംബർ 13, നവംബർ 29 തുടങ്ങിയ ദിവസങ്ങളിൽ ഇത്തരത്തിൽ കൂടുതൽ സമരങ്ങൾ ഉണ്ടാവും. പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ OP ബഹിഷ്കരിക്കുമെന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഡോക്ടർമാർ മുന്നോട്ട് വെക്കുന്നത്. ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ നിസ്സഹകരണ സമരവും, ഒപ്പം കാർഡിയോളജി വിഭാഗത്തിൽ സ്റ്റെന്റ് വിതരണം നാളെ മുതൽ, അതായത് നിലവിൽ സ്റ്റോക്കിലുള്ള സ്റ്റെന്റുകൾ നാളെ മുതൽ കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിൽ നിന്നും തിരിച്ചെടുക്കുമെന്ന് ഈ ഒരു സ്റ്റെന്റ് വിതരണ കമ്പനിക്കാർ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ വീണ്ടും കേരളത്തിന്റെ ആരോഗ്യ മേഖല വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ മറ്റ് ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഈ ഒരു മികച്ച ഒരു ജോലി സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. PG വിദ്യാർത്ഥികളുടെയും ഹൌസ് സർജൻസി ചെയ്യുന്നവരുടെയും സേവനം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് അവധി ദിനമായ ഇന്ന് ഇത്തരത്തിലൊരു OP മുന്നോട്ട് പോകുന്നത്. വലിയൊരു ജനത്തിരക്കും ഇന്ന് ഇവിടെ അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഇത് സമരം കൂടുതൽ ദിവസത്തേക്ക് നീളുകയാണെന്നുണ്ടെങ്കിൽ പൊതുജനാരോഗ്യത്തിനും പൊതുജനങ്ങൾക്കും ഇത് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് തീർച്ചയാണ്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം. ബീഹാറിൽ 143 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച RJD. PCC അധ്യക്ഷൻ രാജേഷ് റാമിനെതിരെ RJD സ്ഥാനാർത്ഥിയില്ല. എന്നാൽ 7 സീറ്റുകളിലെങ്കിലും ഇന്ത്യ സഖ്യ പാർട്ടികൾ നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ട്. ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. രാഗേഷ്, ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണ് ബീഹാറിൽ? അശ്വതി, RJD ഒടുവിൽ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഇന്നാണ് 2ാം ഘട്ട പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. ഒപ്പം തന്നെ 1ാം ഘട്ട പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയും ഇന്നാണ്. RJD ഇപ്പോൾ 143 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ ഒരു സീറ്റിന്റെ കുറവ്, 144 സീറ്റുകളിലാണ് 2020 RJD മത്സരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ മുഴുവൻ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. 61 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. CPML മത്സരിക്കുന്നത് 20 സീറ്റുകളിലാണ്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി മത്സരിക്കുന്നത് 15 സീറ്റുകളിൽ, CPI 6 സീറ്റുകളിൽ, CPM 4 സീറ്റുകളിൽ. അപ്പോൾ മൊത്തം കണക്ക് നോക്കുമ്പോൾ 249 സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു. ആകെ മണ്ഡലങ്ങൾ 243 ആണ്. അതായത് 6 മണ്ഡലങ്ങളിൽ
നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ട്. ഇത് കൂടാതെ ഇന്ത്യ സഖ്യം നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഇന്ത്യ ഇൻക്ലൂസീവ് പാർട്ടിയെ മുന്നണിയുടെ ഭാഗമാക്കും, അവർക്ക് 2 സീറ്റ് നൽകുമെന്ന്. അങ്ങനെ വരുമ്പോൾ 251, അപ്പോൾ 8 സീറ്റുകളുടെങ്കിലും പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം വരുന്നുണ്ട്. ഇതിൽ തന്നെ RJDയും കോൺഗ്രസും 4 മണ്ഡലങ്ങളിൽ നേർക്കുനേർ വരുന്നുണ്ട്. വൈശാലി, ലാൽഗഞ്ച്, സിക്കന്ദര, ഒപ്പം തന്നെ ഗഹൽഗാവ് എന്നീ 4 മണ്ഡലങ്ങളിലാണ് നേർക്കുനേർ പോരാട്ടം വരുന്നത്. പക്ഷേ RJD ഇപ്പോൾ ഈ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ PCC അധ്യക്ഷനെതിരെ, രാജേഷ് റാവിനെതിരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ അവിടെ സുരേഷ് പാസ്വാൻ എന്ന നേതാവിനെ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അന്തിമ പട്ടിക വന്നപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് RJD കടന്നിട്ടില്ല. ഏതായാലും ഇനി അറിയേണ്ടത് ഈ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി, ആദ്യഘട്ടത്തിലെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കഴിയുമ്പോൾ ഇത് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഈ സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിക്കുമോ, രണ്ടാം ഘട്ട പത്രിക ചിത്രം വരുമ്പോൾ മറ്റെന്തെങ്കിലും തീരുമാനത്തിലേക്ക് കടക്കുമോ ഒക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ചുരുങ്ങിയത് 7 മണ്ഡലങ്ങളിലെങ്കിലും ഇന്ത്യ സഖ്യം നേർക്കുനേർ വരുന്ന സാഹചര്യമാണുള്ളത്. രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഗാസയിൽ ഇന്നലെ ഉണ്ടായ ആക്രമണം പശ്ചിമേഷ്യയെ വീണ്ടും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. വെടിനിർത്തൽ തുടരുമെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനം പോയ മണിക്കൂറുകളിൽ ഉണ്ടായെങ്കിലും സംഘർഷം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാമെന്നതിന്റെ സൂചനയായിരുന്നു ഇന്നലത്തെ ആക്രമണം. ഹമാസിന്റെ നിരായുധീകരണവും ബന്ദികളും മൃതദേഹ കൈമാറ്റവും വൈകുന്നതിൽ ബെഞ്ചമിൻ നെതന്യാഹു അതൃപ്തി പ്രകടിപ്പിച്ച് ഇതിനോടകം രംഗത്തെത്തി. അതേസമയം സ്ഥിതിഗതികൾ വിലയിരുത്താൻ US പ്രതിനിധികൾ നാളെ ഇസ്രയേലിലെത്തും. 26 പേരാണ് വെടിനിർത്തൽ നിലനിൽക്കുന്ന ഗാസയിൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ സൈനികർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇതിന് പിന്നിൽ ഹമാസാണെന്ന് ആരോപിച്ച് ഇസ്രായേൽ കനത്ത ആക്രമണമാണ് ഗാസയിൽ അഴിച്ചുവിട്ടത്. കൂടാതെ ഗാസയിലേക്കുള്ള സഹായങ്ങൾ തടയുമെന്നും ഇസ്രായേൽ നിലപാടെടുത്തു. എന്നാൽ അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്നും സഹായങ്ങൾ തടയില്ലെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു. അതിനിടെ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ വൈകുന്നതോടെ രണ്ടാം ഘട്ട സമാധാന ചർച്ചകളും നീളുകയാണ്. മുഴുവൻ മൃതദേഹങ്ങളും ലഭിക്കാതെ ഇനി ചർച്ചയ്ക്കില്ലെന്നും ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചു. പിന്നാലെ വിശദീകരണവുമായി ഹമാസും രംഗത്തെത്തി. ഗാസയിൽ നടന്ന ആക്രമണത്തിൽ പങ്കില്ലെന്നും ആരാണ് പിന്നിലെന്ന് അറിയില്ലെന്നും ഹമാസ് പറഞ്ഞു. മൃതദേഹങ്ങൾ കൈമാറാൻ വൈകുന്നത് സാങ്കേതിക ഉപകരണങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാണെന്നും മനഃപൂർവ്വമല്ലെന്നുമാണ് ഹമാസിന്റെ വിശദീകരണം. അതേസമയം ഹമാസിന്റെ നിരായുധീകരണത്തിനൊപ്പം അറബ് സൈന്യങ്ങളുടെ വിന്യാസവും ഗാസയിൽ നടക്കണമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. അറബ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ക്രമസമാധാന സംവിധാനം ഗാസയിൽ സ്ഥാപിക്കണമെന്നും JD വാൻസ് ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാൻ US പ്രതിനിധികൾ ഇസ്രായേലിലേക്ക് തിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങില്ലെന്ന് ആവർത്തിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ ആഴ്ച 3ാമത്തെ തവണയാണ് ട്രംപ് ഇതേ കാര്യം ആവർത്തിക്കുന്നത്. ഇന്ത്യ ഈ വിവരം നിഷേധിച്ചല്ലോ എന്ന ചോദ്യത്തിന് അങ്ങനെയാണെങ്കിൽ അവർ ഉയർന്ന തീരുവ തുടർന്നും നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. Well, then they're going to just keep paying a lot of tariffs. If they said that, but I don't believe they said that. No, I spoke with Prime Minister Modi of India, and he said he's not going to be doing the Russian oil thing, so that's it. Well, why would India say that they're not going to do that? I don't know, but if they want to say that, then they'll just continue to pay massive tariffs, and they don't want to do that. എയർ ഹോണിനെതിരെ നടപടി ശക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ്. കൊച്ചിയിൽ പിടിച്ചെടുത്ത എയർ ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിച്ചു. എയർ ഹോൺ വിമുക്ത നഗരമാണ് ലക്ഷ്യം. വരും ദിവസങ്ങളിലും നടപടി തുടരാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. എറണാകുളം ജില്ലയിൽ എയർ ഹോൺ ഉപയോഗത്തിനെതിരെ കർശന നടപടികളാണ് സ്വീകരിച്ചത്. ഇപ്പോൾ എയർ ഹോൺ പിടിച്ചെടുത്ത എയർ ഹോണുകളടക്കം ഇത് 2ാം വട്ടമാണ് നശിപ്പിക്കുന്നത്. കളമശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പിടിച്ചെടുത്ത 100 കണക്കിന് എയർ ഹോണുകൾ, പല വാഹനങ്ങളിൽ നിന്നായിട്ട് പിടിച്ചെടുത്ത എയർ ഹോണുകൾ അത് പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ക്രമീകരിച്ചിരുന്ന ഈ കമ്മട്ടിപ്പാടത്ത് ക്രമീകരിച്ചിരുന്ന ഈ സ്ഥലത്ത് ഇവിടെ നിരത്തി വെച്ചുകൊണ്ട് 100 കണക്കിന് എയർ ഹോണുകൾ നിരത്തി വെച്ചുകൊണ്ട് അതിന് റോളർ കയറ്റി അത് പൂർണ്ണമായും അത് പൊടിച്ച് ഇല്ലാതാക്കിയിരിക്കുന്നു. ഈ രീതിയിൽ കർശനമായി
നിയമം നടപ്പാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ അത് നടപ്പാക്കുകയും ചെയ്യുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കളമശ്ശേരിയിലായിരുന്നുവെങ്കിൽ ഇപ്പോഴത് എറണാകുളം നഗരത്തിൽ തന്നെ ഇവർ കൂടുതലായും തന്നെ പറയുന്നത്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്, താരതമ്യേന പിടിച്ചെടുത്തതിൽ സംസ്ഥാനത്തിനകത്ത് സർവീസ് നടത്തുന്ന വാഹനങ്ങളിൽ അത് കുറവായിരുന്നു എന്നതാണ് പറയുന്നത്. കൂടുതലും തന്നെ നടത്തിയിരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ, അത് ബസ്സായാലും ലോറിയാണെങ്കിലും ഇതിൽ തന്നെ എല്ലാം തന്നെ ഈ എയർഹോണുകൾ അതിൽ കൂടുതലായിട്ട് തന്നെ ഉപയോഗിച്ചിരുന്നു. അവർക്ക് പലതവണ ഇക്കാര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അത് നടപ്പായില്ല. അത് അവരെ നിയമം കർശനമാക്കുന്നതും അവരെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇത് അഴിച്ചു മാറ്റുകയും ചെയ്തത്. നേരത്തെ ഇവിടെ നിരത്തി വെച്ചിരുന്ന എയർഹോണുകൾക്ക് മുകളിലൂടെ JCBയുടെ ഒരു റോളർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് പൂർണ്ണമായും അത് പൊടിച്ച് നീക്കുകയും ചെയ്തത്. വാഹനങ്ങൾക്കെതിരെ നടപടി തുടരും. അതോടൊപ്പം തന്നെയാണ് ഈ രീതിയിൽ ഈ എയർഹോണുകൾ പൊടിച്ച് നീക്കുന്ന രീതിയും ഇനിയും അനുവർത്തിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ നടപടികൾ തുടരും. കാരണം ഇത് അഴിച്ചെടുത്താൽ അവർക്ക് പുതുതായിട്ട് വേറെ പിടിപ്പിക്കാമല്ലോ. പിടിച്ചെടുത്ത എയർഹോണുകൾ അതിന്റെ ഉടമകളായ വാഹനങ്ങൾക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരം നടപടികളിലൂടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്ദേശിക്കുന്നത് ഇനി ഈ ശബ്ദ മലിനീകരണം അത് യാതൊരു രീതിയിലും അത് അനുവദിക്കാൻ കഴിയില്ല. ഈ രാജ്യത്തെ നിയമങ്ങളുണ്ടെങ്കിൽ അത് കർശനമായിട്ട് തന്നെ അത് നടപ്പാക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പ് തന്നെ, ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികൃതർ നൽകുന്നത്. ക്യാമറമാൻ KP ദാനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം തമ്പാനൂരിൽ തോക്ക് ചൂണ്ടി ടാറ്റു ആർട്ടിസ്റ്റിന്റെ ഭീഷണി. സംഭവത്തിൽ വള്ളക്കടവ് സ്വദേശിയായ റോബിൻ ജോൺസൺ പിടിയിലായി. ഇയാളുടെ കാർ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ചിരുന്നു. ഇത് സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് റോബിൻ തിരയുള്ള തോക്ക് ചൂണ്ടിയത്. കൊല്ലം കടയ്ക്കലിൽ 58-കാരൻ തലയ്ക്കടിയേറ്റ് മരിച്ചു. ആനപ്പാറ സ്വദേശി ശശിയാണ് മരിച്ചത്. മദ്യപാനത്തിനിടെയുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പലക കൊണ്ട് ഇയാളുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതി രാജു ഒളിവിലാണ്. ഒന്നും കേട്ടില്ല. ഈ കൊച്ചുങ്ങൾ ഇവിടെ ഈ പടക്കമൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് ഞാനല്ല പട്ടിയെ പിടിച്ചോണ്ട് ഞാൻ അതിനകത്തിരിക്കുമായിരുന്നു. പട്ടി ഭയങ്കര വേണം. എല്ലാവരും പിന്നെ കാണുന്നത് ഇങ്ങനെ കിടക്കുന്നതാണ്. അങ്ങനെ പിന്നെ പോലീസിനെ അറിയിച്ച് പോലീസിന് അപ്പോഴും വന്നു. ഇതും വന്നു, ആംബുലൻസിലാണ് പോയത്. ഇവരെങ്ങനെ മദ്യപിച്ച് നമ്മളുടെ തർക്കമാണോ? ഇതൊന്നും അറിയാൻ വയ്യ. തർക്കം എന്താണെന്ന് അറിയാൻ വയ്യ. ഇവരിങ്ങനെ സ്ഥിരം മദ്യപിക്കുന്നവരാണ്, ഒരുമിച്ച് മദ്യപിക്കുന്നവരാണ്. അപ്പോഴത്തേക്ക് 3 പേര് ആദ്യം പോകുന്നു, പുറകെ പുള്ളി വരുന്നു. പിന്നെ ഇവിടെ താഴെ നടന്ന ബഹളം ഞാൻ വീട്ടിൽ നിന്ന് കേട്ടില്ല. ഞാൻ അവിടെ ഇരുന്ന് കസേരയിൽ അങ്ങ് ഉറങ്ങി. അപ്പൊ ഇവിടെ നിന്നൊരു പയ്യൻ വന്ന് എന്നെ വിളിക്കുന്നു. അങ്ങോട്ട് വന്നാണ് എന്താണ് നോക്കട്ടെ. വന്നപ്പോൾ ഇവിടെ ഞാൻ അയാൾ കിടക്കുകയാണ്. ബ്ലഡ് നല്ല രീതിയിൽ ഒഴിക്കുന്നു. അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു, ആംബുലൻസ് ചോദിച്ചു. അവരും അപ്പോഴും വന്നു. നേരത്തെ ആശുപത്രി കൊണ്ടുപോയി. പറഞ്ഞു വലിയ കുഴപ്പമില്ല. അവിടെ ആശുപത്രി ഒന്നും സംസാരിച്ചു. എന്നിട്ട് നേരെ പിന്നെ ഹെഡ് ഇഞ്ചറിയാണ്, CT എടുക്കണം എന്ന് പറഞ്ഞ് നേരെ മെഡിക്കൽ ഇവിടെ ചെയ്തു. ഇപ്പൊ ഇത് പിന്നെ തലയ്ക്ക് അടിച്ച അങ്ങനെയാണെന്ന് ആൾക്കാർ പറഞ്ഞു. അതോ അടി കൂടിയത് പറയുന്നു. അടിച്ച ആളാരാണ്? അടിച്ചാണ് ഇവിടെ പരിസരത്ത് സുഹൃത്തുക്കൾ തന്നെയാണ്. ഒന്നിച്ച് വന്നിരിക്കുന്നവരാണ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മറ്റന്നാൾ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ചെറുവത്തൂർ കോട്ടപ്പുറം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി തർക്കത്തെ തുടർന്ന് മാറ്റി. സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 2ാം ഹീറ്റ്സിൽ വള്ളങ്ങളുടെ സ്റ്റാർട്ടിംഗിൽ സമയം രേഖപ്പെടുത്തുന്നതിലുണ്ടായ പിഴവാണ് തർക്കത്തിന് കാരണമായത്. പിഴവ് മറികടക്കാൻ ഓരോ ഹീറ്റിലെയും 1ഉം 2ഉം സ്ഥാനക്കാരെ 2ാം പാദ മത്സരത്തിലേക്ക് പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും തർക്കം ഒഴിഞ്ഞില്ല. തുടർന്ന് മത്സരം പൂർണ്ണമായി മറ്റൊരു ദിവസം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. തിരുവനന്തപുരം വർക്കലയിൽ ഓട്ടോറിക്ഷയിലെത്തി സൈക്കിൾ മോഷ്ടിച്ച സംഘം പിടിയിൽ. വർക്കല സ്വദേശികളായ സബീർ, നസീർ എന്നിവരാണ് അയിരൂർ പോലീസിന്റെ പിടിയിലായത്. വർക്കല മുട്ടപ്പലത്ത്
വീടിന്റെ സിറ്റൌട്ടിൽ സൂക്ഷിച്ചിരുന്ന 6ാം ക്ലാസ്സുകാരന്റെ വിലപിടിപ്പുള്ള സൈക്കിളാണ് സംഘം മോഷ്ടിച്ചത്. CCTV പരിശോധനയിലാണ് പ്രതികളുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കോഴിക്കോട് വടകരയിൽ റെഡിമെയ്ഡ് ഷോറൂമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ 3 വയസ്സുകാരൻ അകപ്പെട്ടു. മാതാപിതാക്കളോടൊപ്പം ഷോറൂമിലെത്തിയ കുട്ടിയാണ് അബദ്ധത്തിൽ ഡ്രസ്സിംഗ് റൂമിൽ അകപ്പെട്ടത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. ഫയർഫോഴ്സ് എത്തി ഡോർ ബ്രേക്കിംഗ് സംവിധാനം ഉപയോഗിച്ച് വാതിൽ തകർത്താണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. കണ്ണൂർ തളിപ്പറമ്പിൽ പുഷ്പഗിരിക്ക് സമീപം ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. കുപ്പം മദീന നഗറിൽ സിദ്ദിഖിന്റെയും മുംതാസിന്റെയും മകൻ ഷാമിലാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടമുണ്ടായിരുന്നത്. ഒപ്പമുണ്ടായിരുന്ന യുവാവ് ചികിത്സയിൽ തുടരുകയാണ്. കാസർഗോഡ് കുമ്പളയിൽ യുവാവ് കിണറ്റിൽ ചാടി മരിച്ചു. കുമ്പള നാരായണമംഗലം സ്വദേശി വിവേക് ഷെട്ടിയാണ് മരിച്ചത്. വിവേകിനെ പാതാളക്കരണ്ടി ഉപയോഗിച്ചാണ് പുറത്തെടുത്തത്. രക്ഷിക്കാനിറങ്ങിയ സഹോദരനെ ഫയർഫോഴ്സ് എത്തിയാണ് കരയ്ക്ക് കയറ്റിയത്. ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിവേകിന്റെ മരണം സ്ഥിരീകരിച്ചു. കാസർഗോഡ് ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥനാണ് വിവേക്. കാസർഗോഡ് വലിയപറമ്പ് പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പ്രദേശവാസിയായ NP തമ്പാന് മൃതദേഹമാണ് ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിൽ ബോട്ട് ജെട്ടിക്ക് സമീപം കണ്ടെത്തിയത്. ഇന്നലെ പകൽ 11:30യോടെയാണ് പ്രദേശവാസിയായ NP തമ്പാനെ പുഴയിൽ കാണാതായത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ അമ്മ N. ദേവകിയമ്മ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ചെന്നിത്തല പഞ്ചായത്ത് മുൻ അംഗമാണ്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ചെന്നിത്തലയിലെ കുടുംബ വീട്ടിൽ നടക്കും. നിറത്രയം ചിത്രരചനാ ക്യാമ്പും ചിത്രകാരന്മാരുടെ കൂട്ടായ്മയും കോന്നി ആനത്താവളത്തിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയായി. കേരള ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. 3 ജില്ലകളിൽ നിന്നുള്ള പ്രശസ്തരായ 75ഓളം ചിത്രകാരന്മാരും 10ഓളം കുട്ടികളുമാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങളും ജൈവവ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ വനമേഖല വഹിക്കുന്ന പങ്ക് വിളിച്ചോതുന്നതായിരുന്നു ഓരോ രചനയും. കോന്നി ആനത്താവളത്തിൽ നടന്ന ചിത്രരചനാ ക്യാമ്പിൽ ആനക്കൂട്ടിലെ കരിവീരന്മാരും ചിത്രകാരന്മാരുടെ ക്യാൻവാസിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി. ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് നമുക്ക് വേറെ എങ്ങും കിട്ടത്തില്ല. നമ്മൾ എല്ലാ മാസവും ഓരോ സ്ഥലത്ത് ഇങ്ങനെ ക്യാമ്പ് കൂടാറുണ്ടെങ്കിലും ഈ കോന്നി ആനക്കൂട്ടി കിട്ടുന്ന ഈ ഒരു ഉന്മേഷം എന്ന് പറയുന്നത് ഒരിടത്തും കിട്ടാത്ത ഒരെണ്ണമാണ്. അത് ശരിക്കും എൻജോയ് ചെയ്യാണ്. നമ്മുടെ സുഹൃത്തുക്കൾ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. അവർ ഇവിടെ ചിലരൊക്കെ ആദ്യമായിട്ട് വരുവാണ്. അപ്പം എല്ലാവരും വളരെ ആസ്വദിച്ചാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള 75ഓളം പ്രശസ്തരായ ചിത്രകാരന്മാരും 10 കുട്ടികളുമാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കേരള ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം, ചിത്രകാരന്മാരെല്ലാം തന്നെ ഇന്ന് പ്രകൃതിക്കെതിരെയുള്ള കടന്നാക്രമണങ്ങളിൽ വളരെയധികം ആകുലതയുള്ളവരാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഇന്ന് പ്രകൃതിക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾ നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആഗോളതാപനം പോലുള്ള സാർവദേശീയമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വനത്തിന്റെയും വനഭൂമിയുടെയും പ്രാധാന്യം വളരെ വലുതാണ്. കോന്നി ആനത്താവളത്തിലെത്തിയ വിനോദസഞ്ചാരികൾക്കും ചിത്രരചനാ ക്യാമ്പ് കൗതുക കാഴ്ചയായി. ചിത്രകാരന്മാരുമായി ആശയവിനിമയം നടത്താനും പുതിയ രചനാരീതികൾ നേരിട്ട് മനസ്സിലാക്കാനും നിറത്രയം ചിത്രരചനാ ക്യാമ്പ് പ്രയോജനകരമായി. ന്യൂസ് 18 പത്തനംതിട്ട. ഇന്ത്യയിൽ ആദ്യമായി തലയിലെയും കഴുത്തിലെയും അപൂർവ ക്യാൻസറുകളുടെ ചികിത്സയ്ക്കായി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ സെന്റർ ഫോർ കോംപ്ലക്സ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ആരംഭിച്ചു. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും സങ്കീർണവുമായ തല, കഴുത്ത് ക്യാൻസറുകൾക്ക് സമഗ്രവും അത്യാധുനികവുമായ പരിചരണം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കേന്ദ്രമാണ് കോംപ്ലക്സ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സെന്റർ. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ സംഘത്തിന്റെ പിന്തുണയോടെയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. അത്യാധുനിക സാങ്കേതികവിദ്യ, കൃത്യമായ ജീനോമിക് രോഗനിർണയം, വിവിധ മേഖലകളിലെ നൂതന ചികിത്സാ വൈദഗ്ധ്യം, സമഗ്രമായ പുനരധിവാസം എന്നിവ സംയോജിപ്പിച്ച് ലോകോത്തര ക്യാൻസർ പരിചരണം നൽകുക എന്നതാണ് ലക്ഷ്യമെന്ന് ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ മോണി എബ്രഹാം കുര്യാക്കോസ് പറഞ്ഞു.
30 വർഷത്തെ സേവന പാരമ്പര്യവുമായി രാജകുമാരി ഗ്രൂപ്പ് അടൂരിലേക്ക് വരുന്നു. ഇതിന്റെ ഭാഗമായി അടൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഹാളിൽ എക്സിബിഷൻ കം സെയിൽ സംഘടിപ്പിച്ചു. അടൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒക്ടോബർ 20 വരെ നടക്കുന്ന എക്സിബിഷനിലേക്ക് പ്രവേശനം സൗജന്യമാണ്. രാജകുമാരിയുടെ ഈ എക്സിബിഷൻ ചരിത്ര താളുകളിൽ ഇടം നേടുമെന്നും വരും മാസങ്ങളിൽ അടൂരിലും പത്തനംതിട്ടയിലും പുതിയ ജ്വല്ലറി ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യുമെന്നും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർ ഷുഹൈബ് പറഞ്ഞു. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.